ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് ശേഷമുള്ള കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷമുള്ള കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? ചീരത്തോരൻ, ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു വേവിച്ചുകൊണ്ടിരിക്കുക. ചീരയും ചക്കക്കുരുവിടെ തോരനാണ്. പിന്നെ ചോറ് അടുപ്പിലിട്ടേക്കുന്നു. അപ്പം ചീരയ്ക്ക് അരയ്ക്കാനുള്ള വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തേങ്ങയും കൂടെ ഇടണം. ചീര തോരൻ വെച്ചതിനെ കൊണ്ട് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് എടുക്കാമേ. ചപ്പാത്തിക്ക് കറി വയ്ക്കാനെ കൊണ്ട് ഇന്ന് സോസേജ് കറിയാണ്. സോസേജ് കറി അങ്ങനെ തേങ്ങാക്കൊത്തും സോസേജും കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ചീര ഇപ്പോൾ കടുവറുത്തിട്ടേനും ചക്കക്കുരു വെന്തില്ല. അപ്പോൾ ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അരിഞ്ഞ് റെഡിയാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചീരയ്ക്ക് ചക്കക്കുരു വെന്തു. ചീരയ്ക്ക് ഇനി കടുവറക്കാം. അങ്ങനെ എടുത്ത് വെച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ദിവസം ചീരത്തോരൻ്റെ കാണിച്ചല്ലോ റെസിപ്പിന്ന്. പക്ഷേ ഇന്ന് ഞാൻ ചീരത്തോരൻ അഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ അല്ലേ എടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള, എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ. ഇന്ന് ചീരത്തോരനാണ്. ഇന്നും ചീരത്തോരൻ ചക്കക്കുരു കൂടിയാണ്. അപ്പോൾ അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് കടുക് ഇട്ടു. വറ്റൽമുളക്, ചതച്ച് വെച്ചിട്ട് കൊടുക്കാം. മൊബൈലിൽ ഞാൻ അവിടെ വെച്ചിട്ട് നമുക്ക് പാത്രത്തിനുള്ളിൽ കാണാൻ പറ്റത്തില്ല. ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് ഓൾറെഡി ചക്കക്കുരുവിനകത്തിട്ട് വേവിച്ചത്. ഞാൻ കിച്ചൻ്റെ കഥ അങ്ങോട്ട് അടച്ചു കേട്ടോ. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. ചുമന്ന ചീര, ചീര കണ്ടിട്ടാണ് പൊടിയാവും. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാതെ. ഇത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കക്കുരും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് വയ്ക്കുന്ന ചീരത്തോരനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ചീരത്തോരൻ വെച്ചത് പച്ചമുളകും ജീരകപ്പൊടി, പിന്നെ പച്ചമുളക് അരിഞ്ഞ് തേങ്ങ ചതയ്ക്കാതെ ഇടാം. ഇന്ന് പണ്ട് നമ്മുടെ അമ്മയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തേങ്ങയും കൂടെ ചതച്ചിട്ടാണ് ഇന്ന് ചീരത്തോരൻ വയ്ക്കുന്നത് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിനി നമ്മുടെ ചക്കക്കുരുവും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാതെ ചീര
കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. രസക്കറിയാണ് വെക്കുന്നത്. രസത്തിനുള്ള ഇഞ്ചി ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളിയില്ല, സവാള എടുക്കുന്നത്. രസത്തിന് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി. അപ്പം നമ്മുടെ തോരൻ റെഡി. കണ്ടോ? ചക്കക്കുരു, ചീര. സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുക. ഇനി നമുക്ക് രസത്തിനുള്ളത് മിക്സിയിൽ അടിച്ചെടുക്കാം. രസത്തിന് ചേർക്കേണ്ട പൊടികൾ നമുക്കിടാം. ഞാൻ ആദ്യമേ ഇടാഞ്ഞതേ മിക്സിയുടെ ജാറ് ചെറുതാണ് ഞാൻ എടുത്തത്. അതപ്പം മിക്സിയിൽ അടിക്കുന്നുണ്ടെല്ലാം പുറത്ത് തെറിക്കും. അതുകൊണ്ട് അപ്പം നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം.